അപ്പോൾ ഇന്ന് പാക്കേജിൻ്റെ 6ാമത്തെ ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളത് വർക്കലയാണ്. അപ്പോൾ ഇനിയും രാവിലെ റെഡിയായിട്ട് ജഡായി കാണാൻ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാനിന്നലെ ഇവിടെയാണ് പാർക്ക് ചെയ്തത് കേട്ടോ. നല്ല ചൂടായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. റൂമുണ്ടായിരുന്നു, പക്ഷേ റൂമിൽ ഒരാളുണ്ടായിരുന്നുകൊണ്ട് പിന്നെ പോയി കിടന്നില്ല. കൂർക്കമ്പലി ഒരു പ്രശ്നമാവും. അങ്ങനെ കുളിച്ച് റെഡിയായി ഇറങ്ങി. ഇനിയും ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഇഡ്ഡലി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ രാവിലെ ഇഡ്ഡലി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇഡ്ഡലിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഇഡ്ഡലി കഴിച്ചു. ഇവിടെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ചായക്ക് 10 രൂപ ഉള്ളൂ. ഹോട്ടലുകളിൽ മിക്കതും ചായക്ക് 15 രൂപയൊക്കെ മേടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ 10 രൂപയൊക്കെ മേടിക്കുന്നത് കേട്ടോ. നമ്മൾ ആര് വന്നാലും 10 രൂപ മേടിക്കത്തുള്ളൂ. അതിപ്പോൾ നല്ല കാര്യമാണ്. ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര റേറ്റ് കൂടിയുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നം, ഷോർട്ടേജ്. അങ്ങനെ രാവിലെ ഒന്ന് ബീച്ചൊന്ന് കറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ബീച്ചിൽ ഭയങ്കര ആളായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും വന്നൊരു ചായ കുടിച്ചു. അങ്ങനെ ഒരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഗസ്റ്റ് വിളിച്ചു. അപ്പം ഞങ്ങളിനി നേരെ പോകുന്നത് ജഡായിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ഗേറ്റ് ഉള്ളതായിരുന്നു. റെയിൽവേ ഗേറ്റ് അടച്ചേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ റെയിൽവേ ഗേറ്റ് തുറന്നു, പക്ഷേ ട്രെയിൻ വന്നില്ല. അതിന് മുമ്പ് തുറന്നു. അങ്ങനെ കുറച്ച് ഡീസലൊക്കെ അടിച്ച് ഞങ്ങൾ ജഡായിലെത്തി. ഇവിടെ 30 രൂപ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ജഡായിൽ നിന്ന് വളരെ കുറവായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഇന്ന് കേബിൾ കാർ ഉണ്ടായിരുന്നു. സാധാരണ കാറ്റുള്ളപ്പോൾ കേബിൾ കാർ ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ കേബിൾ കാർ ഉണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് അവർക്കധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അപ്പോൾ ജഡായു ഇതാണ് കേട്ടോ. ജഡായു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. അതിൻ്റെ മേളിലൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇനി നല്ല ചൂടായിരുന്നു. ഏകദേശം 12:30 ആയിപ്പോൾ 12:45 അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലാണ് VS ഹോട്ടൽ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ചേച്ചി ഒരു ചേട്ടൻ നടത്തുന്ന ഹോട്ടൽ. നല്ല ഫുഡാണ് കേട്ടോ. ഇവിടുത്തെ മാങ്ങാച്ചാറാണ് നല്ല രസം. നല്ല മീൻ വറുത്തമൊക്കെ കിട്ടും. ഇന്ന് ഞാൻ മേടിച്ചത് ചോറും കിളിമീൻ വറുത്തതുമായിരുന്നു. അപ്പം ഇതാണ് ആ ചേട്ടൻ കേട്ടോ. ചേച്ചിയുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു, വിയർത്തൊലിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു 2 മണിയായപ്പോൾ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്നു. ഞാനും നേരെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അവർ നേരെ ബീച്ചിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീണ്ടും പാർക്കിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഞാനിന്ന് റൂമിൽ തന്നെ കിടക്കാമെന്ന് വെച്ചു. എന്നാന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര ചൂടായതുകൊണ്ട് വണ്ടിയിൽ കിടന്നുറങ്ങും. ഒരു കൊതുകൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. അപ്പോൾ ഇതാണ് ഞാൻ കിടക്കുന്ന ബെഡ്. ഇവിടെ ഒരു ബെഡുണ്ട്. അവിടെ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പം 5 മണിയൊക്കെ ആയി. ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ പഴംപൊരി കണ്ടപ്പോൾ ഒരു മോഹം, ഒരു പഴംപൊരിയും കൂടെ കഴിച്ച്. പിന്നെ ഞാൻ ചെറുതായിട്ട് നടക്കാൻ പോയി ബീച്ചിൻ്റെ അവിടോട്ട്. പട്ടിയുടെ ശല്യം ഭയങ്കരമായിരുന്നു. അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു ഇവിടെ, കുഴപ്പമില്ലാത്ത ആളുണ്ടായിരുന്നു. ഈ ബീച്ചിൽ എപ്പോഴും നല്ല ആളുണ്ട്. ഇവിടെ ഇതാണ് ബലിയൊക്കെ ഇടുന്ന സ്ഥലം കേട്ടോ, പാപനാശം ബീച്ച് എന്നാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ക്ലിഫ് വർക്കല മെയിൻ ബീച്ച് വരുന്നത്. അപ്പം പിന്നെ അതിൽ കുറച്ച് നേരം നെറ്റിത്തിരിഞ്ഞ് ഇറങ്ങി പട്ടിയുടെ കൂടെയൊക്കെ നടന്നു. ഇനിയും ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ ഇനിയും കോവളത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം നാളെ 7ാമത്തെ ദിവസമാണ്. പിന്നുള്ളത് കൊച്ചിയാണ്. കൊച്ചിയിൽ നിന്ന് പിന്നെ എയർപോർട്ടിൻ്റെ അവിടെ റൂം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവരെ എടുത്തിട്ട് എയർപോർട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഞാൻ നേരെ പോയത് ഇന്നലെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇന്നൊരു നോൺ വെജ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അപ്പവും ചിക്കൻ കറിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കോവളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.